എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയമപരമായിട്ടുള്ള ഏതെങ്കിലും പരിധികളുണ്ടോ? എത്ര തുക കഴിഞ്ഞാലാണ് ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് നോട്ടീസ് വരിക എന്നിങ്ങനെയുള്ള സംശയങ്ങൾ കാരണം പലരും ബാങ്കിൽ വലിയ തുക നിക്ഷേപിക്കുവാൻ മടിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കുവാനോ സ്വീകരിക്കുവാനോ നിയമപരമായിട്ട് വിലക്കില്ല. ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ നിക്ഷേപിക്കരുതെന്ന് റിസർവ് ബാങ്കോ ഇൻകം ടാക്സ് വകുപ്പോ പറഞ്ഞിട്ടില്ല. എന്നാൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായിട്ടുള്ള രേഖകളും നിയമാനുസൃതമായിട്ടുള്ള വരുമാന സ്രോതസ്സുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ കാണിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ വലിയ തുക നിക്ഷേപിച്ചാലും നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഒരു വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ടിലോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലോ മൊത്തം 10 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമായിട്ട് നിക്ഷേപിക്കുകയാണ് എങ്കിൽ ബാങ്ക് ആ വിവരം ഇൻകം ടാക്സ് വകുപ്പിനെ അറിയിക്കുന്നതാണ്. കറണ്ട് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ പരിധി 50 ലക്ഷം രൂപയാണ്. ഇത്തരം വലിയ തുകകളുടെ ഇടപാടുകൾ നടന്നാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുവാൻ ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് നോട്ടീസ് ലഭിക്കുന്നതാണ്. അത്തരം നോട്ടീസുകൾ ഒരിക്കലും അവഗണിക്കരുത്. ആവശ്യമായിട്ടുള്ള രേഖകളും വിശദീകരണവും നൽകിയാൽ സാധാരണയായിട്ട് മറ്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ പണത്തിന്റെ ഉറവിടം തെളിയിക്കുവാൻ കഴിയാത്ത പക്ഷം നിയമ നടപടികളും പിഴയും നേരിടേണ്ടി വരുന്നതാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 ST പ്രകാരം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ദിവസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായിട്ട് സ്വീകരിക്കുവാൻ പാടില്ല. ഈ നിയമം ബന്ധുക്കൾ തമ്മിലുള്ള ഇടപാടുകൾക്കും ബാധകമാണ്. അതിനാൽ വലിയ തുകകൾ ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, UPI, നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ മാത്രം കൈമാറുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനും ചില നികുതി ചട്ടങ്ങളുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ പണം പിൻവലിക്കുന്ന ചില സാഹചര്യങ്ങളിൽ TDS ബാധകമാവുന്നതാണ്. കൂടാതെ 1 കോടിയിലധികം പണം പിൻവലിക്കുമ്പോൾ നിലവിലുള്ള നിയമപ്രകാരം TDS ഈടാക്കുന്നതാണ്. കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും TDS നിരക്കിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ്. ഉയർന്ന തുകയുടെ ക്യാഷ് ഇടപാടുകളിൽ പാൻ കാർഡിന്റെയും ചില സാഹചര്യങ്ങളിൽ ആധാർ കാർഡിന്റെയും വിവരങ്ങൾ നിർബന്ധമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാഷ് നിക്ഷേപമോ പിൻവലിക്കലോ നടത്തിയാൽ ബാങ്ക് പാൻ വിവരങ്ങൾ പരിശോധിക്കുന്നതാണ്. കൂടാതെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് മൊത്തം 20 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമായിട്ട് നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ പാൻ അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ നൽകേണ്ടതാണ്. അതിനാൽ തന്നെ ഇൻകം ടാക്സ് നിയമങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. പണത്തിന്റെ ഉറവിടം നിയമാനുസൃതമാണെന്നും ആവശ്യമായിട്ടുള്ള രേഖകൾ കൈവശമുണ്ടെന്നും ഉറപ്പാക്കുക. വലിയ തുകകളുടെ ഇടപാടുകൾ കഴിയുന്നത്ര ചെക്ക്, UPI, നെറ്റ് ബാങ്കിംഗ്, ബാങ്ക് ട്രാൻസ്ഫർ തുടങ്ങിയ ബാങ്കിംഗ് മാർഗങ്ങളിലൂടെ നടത്തുക. ഈ വളരെ പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.